ഈ പത്രസമ്മേളനത്തെ അഡ്രസ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ നാഷണൽ യൂത്ത് ലീഗ് NYL സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷമീർ പയ്യന്നൂർ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഖമറുദ്ദീൻ തയ്യിൽ, ജനറൽ സെക്രട്ടറി അബ്ദുള്ള കള്ളിയത്ത്, വൈസ് പ്രസിഡന്റ് അതുപോലെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം മജീദ് പൂക്കൂട്ടു, ട്രഷറർ റഫീഖ് ഭട്ട്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ KP മുത്തു എന്നിവർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിട്ടുള്ള ശ്രീ PV അൻവർ MLA കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉയർത്തിയിട്ടുള്ള കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ചില ആരോപണങ്ങൾ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതിലേറ്റവും ഗുരുതരമായിട്ട് ഉള്ള ഒരു ആരോപണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസിനകത്തുള്ള RSS ഫ്രാക്ചർ അത് വളരെ ഗുരുതരമാണ് എന്ന് PV അൻവർ MLA പറയുകയുണ്ട്. RSS സ്വാധീനത്തിൽ പോലീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് തയ്യാറാണ്. RSS ഫ്രാക്ചർ ഉണ്ട് എന്ന് ഭരണകക്ഷി MLA ആയിട്ടുള്ള ശ്രീ PV അൻവർ പറയുന്നു. അത് വളരെയധികം ഗുരുതരമാണ്. കാരണം RSS ഫ്രാക്ഷൻ ഇടതുപക്ഷ ഭരണത്തിന്റെ കീഴിൽ മാത്രമല്ല, കേരളത്തിലെ എക്കാലത്തും കേരള പോലീസിനകത്ത് ഒരു RSS ഫ്രാക്ഷൻ ഉണ്ട്. അത് പല കേസുകളിലെയും സ്വഭാവങ്ങളും നടപടികളും അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അത്തരം ദുഷ്പ്രവണതകളെ തൂത്തെറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും തയ്യാറാകേണ്ടത്. പോലീസിനകത്തുള്ള ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത് മുന്നണിക്കകത്തുള്ള ഏത് കക്ഷികളാണെങ്കിലും നേതാക്കളാണെങ്കിലും അത് കണ്ടെത്തുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുന്നണി നയിക്കുന്ന സർക്കാരിനും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അടിയന്തരമായിട്ട് അത്തരം നടപടി സ്വീകരിക്കലാണ്. ഇപ്പോ കേരളത്തിന് മുമ്പ് TP സെൻകുമാർ പോലീസ് സ്ഥാനത്തേക്ക് വരുന്ന ഒരു വിഷയം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള RSS ഫ്രാക്ഷൻ തിരിച്ചറിയുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും പോലീസ് തലപ്പത്തേക്ക് TP സെൻകുമാർ വരികയും ചെയ്തു. അന്ന് അദ്ദേഹത്തെ പിന്തുണച്ച UDF പല കക്ഷികളും നേതാക്കളുമുണ്ട്. അന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, TP സെൻകുമാർ എന്താണ് എന്ന് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ മനസ്സിലാകും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പോലെ TP സെൻകുമാർ പിന്നീട് എത്തിപ്പെട്ടത് RSSന്റെ BJPയുടെയൊക്കെ തലപ്പത്തേക്ക്. അന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീമതി ശശികല ഒരു പ്രസ്താവന നടത്തി. TP സെൻകുമാർ മാത്രമല്ല, RSS ശാഖയിലൂടെ വളർന്നു വന്ന ഒരുപാട് പേർ ഇനിയും കേരള പോലീസിനകത്തുണ്ട് എന്ന് ഒരു ഭീഷണി സ്വരത്തിലാണ് അന്ന് ശ്രീമതി ശശികല പറഞ്ഞത്. ഇന്ന് PV അൻവർ MLA ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ വർഗീയമായിട്ട് പോലും ആളുകളെ തല്ലിക്കുകയും ഭിന്നിപ്പിക്കുകയും കൊലപാതകങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു എന്ന് ADGPയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവതരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വവും സർക്കാരും ഏറ്റെടുക്കണമെന്നാണ് നാഷണൽ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ RSSകാർ പ്രതികളായി വരുന്ന പല കേസുകളിലും
പോലീസ് എടുക്കുന്ന ചില സമീപനങ്ങളുണ്ട്. മുമ്പ് UDF ഭരണകാലത്ത് പോലും UDF ഭരണകാലത്ത് കാസർകോട്ട് ഒരു 8 വയസ്സുള്ള ഒരു മദ്രസ വിദ്യാർത്ഥിയെ RSSകാരൻ കൈത്തെറുത്ത് കൊന്ന ഒരു സന്ദർഭമാണ്. അന്ന് RSSകാരന്റെ ഗൂഢാലോചനയെ കുറിച്ചോ ഒന്നുമല്ലാതെ പോലീസ് മാനസിക രോഗിയായി ആ പ്രതിയെ ചിത്രീകരിച്ചു. റിയാസ് മൗലവിയെ കാസർഗോഡ് കൊലപാതകം നടത്തിയപ്പോഴും പോലീസ് ആ 2 പേരിലാണ് ആ ഗൂഢാലോചനയെ ഒതുക്കിക്കളഞ്ഞത്. ഇതൊക്കെ ഇപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞിയിലെ ഫൈസൽ വധക്കേസ് അതിന്റെ വിചാരണ ഇന്നും ആരംഭിക്കാതെ നീണ്ടുപോവുകയാണ്. കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കുന്നതിലടക്കം കാലതാമസം വരുന്നത് ഇതൊന്നും ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില വീഴ്ചകളാണ്. അതായത് ഇതിനൊക്കെ നേരിടുന്നതിനും ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരാക്കി LDF മാറ്റുന്നതിനും പോലീസിനകത്തുള്ള RSS ഫ്രാക്ഷൻ ഇടവരുത്തും എന്നുള്ളത് തിരിച്ചറിയാൻ ഇടതുപക്ഷ നേതൃത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തയ്യാറാകണം. അടിയന്തരമായി അത്തരം ദുഷ്പ്രവണതകളെ, അത്തരം ഫ്രാക്ഷനുകളെ തൂത്തെറിയാൻ, വാഷ് ഔട്ട് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. UDF മുസ്ലിം ലീഗിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് എക്കാലത്തും കള്ളപ്രചാരണങ്ങളിലൂടെ അടക്കം ഇടതുപക്ഷ ഗവൺമെന്റിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം പ്രചാരണങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള പ്രവണതകൾ പോലീസിനകത്ത് നിന്നുണ്ടാകുമ്പോൾ, RSS ഫ്രാക്ഷൻ PV അൻവർ MLA പറഞ്ഞതുപോലെ ഉണ്ടാകുമ്പോൾ അത് നിർത്തലാക്കേണ്ടത് മുന്നണിയുടെ കെട്ടുറപ്പിനും വരും നാളുകളിൽ ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ നേടിയെടുക്കുന്നതിനും മതേതര കേരളത്തെ തകർക്കാതിരിക്കുന്നത്, മതേതര കേരളത്തെ തകർക്കാൻ രാജ്യത്തിലെ വർഗീയ ശക്തികൾ ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളിലായിട്ട്. അത്തരം പ്രവണതകളൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് നാഷണൽ യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നു. നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് PV അൻവർ MLA ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവതരമാണ്. അതിന് ഞങ്ങൾ പിന്തുണക്കും. പോലീസിന്റെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആ വിഷയത്തെ നാഷണൽ യൂത്ത് ലീഗ് പിന്തുണക്കും. അതാണ്